ഒരു വലിയ പാക്ക് ഐസ്ക്രീമിൽ നിന്ന് കുറച്ച് സ്കൂപ്പ് എടുത്തിട്ട് ജാൻമണി കഴിക്കാൻ തുടങ്ങിയതുള്ളൂ. അപ്പൊ ഗബ്രി പറഞ്ഞു, ആരോട് ചോദിച്ചിട്ടാണ് ഇത് എടുത്തത്? ഞാൻ ഇവിടെ ഒരു സ്പൂൺ പോലും കഴിക്കാതെ മാറ്റി വെച്ചേക്കായിരുന്നു, പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തന്നെ വെച്ചിരുന്നത്. നിങ്ങൾക്ക് ഇത് ഒരു വാക്ക് ചോദിച്ചുകൂടായെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്ത് തോന്നും? ഈ ടോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ അത് കഴിക്കുമോ? അവർക്ക് വിഷമമില്ലേ? ഗബ്രി ഇവിടെ സ്വന്തമായിട്ട് കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ജാസ്മിനും. ഇവർ രണ്ടുപേരും വേറെ ആരോടും മിണ്ടത്തില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമാണ്. അവരുടെ ഗബ്രിയുടെ കാര്യത്തിൽ ജാസ്മിൻ ഇടപെടുന്നു, ജാസ്മിന്റെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഗബ്രി ഇടപെടുന്നു. ഇത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഈ ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു കോംബോ എങ്ങോട്ടാണ് പോകുന്നത്? ഇവരുടെ രണ്ടുപേരുടെ ഗെയിം ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പവർ റൂം ചാലഞ്ച് അപ്പോൾ വീക്കിലി ടാസ്ക് ഇല്ലേ? അപ്പോൾ ഇനി തൊട്ട് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ബിഗ് ബോസിൽ വീക്കിലി ടാസ്ക് ഉണ്ടല്ലോ. എന്ത് പറ്റി വീക്കിലി ടാസ്കിന്? ഈ പവർ റൂം ഒന്നും വേണ്ട. പ്രേക്ഷകർക്കുള്ള ഈ ഒരു ചോദ്യത്തിന് ഞാൻ ഇതിനകത്ത് മറുപടി പറയും. പിന്നെ ഉള്ളത് ശ്രീരേഖയ്ക്ക് ആകെ കൂടെ ഒരു മിസ്റ്റേക്ക് വന്നു ജീവിതത്തിൽ. ബിഗ് ബോസിൽ വന്നിട്ട് ഒരു മിസ്റ്റേക്കും ചെയ്യാൻ പാടില്ല. പെർഫെക്ഷനിസ്റ്റ് ആയ ശ്രീരേഖയ്ക്ക് ഇന്ന് അടിപതറിപ്പോയി. അതായത് നാണക്കേട് പോലെ ആയിപ്പോയി. അതായത് കളഞ്ഞുപോയ, അല്ലെങ്കിൽ മോഷണം പോയെന്ന് പറയല്ല, കളഞ്ഞുപോയ താക്കോല് പെട്ടിക്കകത്ത് നിന്ന് സ്വന്തം ശ്രീരേഖയുടെ പെട്ടിയിൽ നിന്നാണ് കിട്ടിയത്. ശ്രീരേഖയ്ക്ക് അത് താങ്ങാൻ പറ്റിയിട്ടില്ല. എല്ലാവരുടെയും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ കണ്ടുപിടിക്കുന്ന ശ്രീരേഖയ്ക്ക് ഇത് താങ്ങാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എന്തായിരുന്നാലും ശ്രീരേഖ എമ്മിനും തമ്മിൽ ഒരു ഒരസൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ജാൻമണിയുടെ ഉറക്കം കാരണം, അതായത് പവർ റൂമിൽ ഒരാൾ ഉറങ്ങി ബൗബൗ അടിച്ചിട്ടുണ്ട്. അപ്പം ലക്ഷറി ബജറ്റ് കട്ടായി കഴിഞ്ഞാൽ നാളത്തെ പ്രൊമോയ്ക്കകത്ത് മെയിൻ സംഭവം അതാണ്. പവർ ടീം മൊത്തം അഴിച്ചു മാറ്റുക, അല്ലെങ്കിൽ പിരിച്ചു വിടുക എന്നാണ് ബാക്കിയുള്ള വീട്ടുകാർ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇത് പിരിച്ചു വിടുമോ ഇല്ലയോ എന്നുള്ളത് കാണാം. ലക്ഷറി ബജറ്റിൽ പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ റോക്കിയും സിജോയും ജിൻഡോ അവരുടെ 3 ടീമുകാർ പവർ ടീമിനെതിരായിട്ട് നിൽക്കുകയാണ്. പവർ ടീം പിരിച്ചു വിടുമോ ഇല്ലയോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം പറയാം. ഏറ്റവും കൂടുതൽ സീസൺ 6 ആൾക്കാർ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഇവരുടെ രണ്ടുപേരുടെയും വിഷയം. ഓരോ നിമിഷവും ഓരോരുത്തർ ചോദിക്കുമ്പോഴും ജാസ്മിൻ അവിടെ പറയുന്നുണ്ട്, നമ്മൾ ഫ്രണ്ട്ഷിപ്പാണ്, എനിക്ക് ഇവനില്ലെങ്കിൽ പറ്റത്തില്ല, എൻ്റെ ട്രൂ ഫ്രണ്ടാണ്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരുപാട് ബിഗ് ബോസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, പെൺകുട്ടി ആൺകുട്ടി തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ലവ് ട്രാക്ക് എല്ലാം പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവും ഇത് ഫ്രണ്ട്ഷിപ്പാണോ എന്താണോ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാത്തിനും അല്ലേ ഒരു പരിധിയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ജാസ്മിൻ നല്ല മികച്ച ഗെയിമറായിരുന്നു ആദ്യത്തെ 3 ദിവസം. ഗബ്രി മികച്ച ഒരു എന്താണ് പറയണ്ടേ, ഒരു മാനിപ്പുലേറ്റർ ആയിരുന്നു, ഗെയിമറായിരുന്നു. പല രീതിയിൽ പുള്ളിക്കാരന് ഗെയിം ടെസ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇവരിപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഇവർക്ക് പുറത്ത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇവരുടെ ഈ ഒരു കോംബോ കാരണം. എന്തുകൊണ്ട് ഇവരുടെ കോംബോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല? അതൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണെന്ന് ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? ഇഷ്ടപ്പെടാത്ത കാരണം അത് ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിട്ട് പ്രേക്ഷകർക്ക് തോന്നാത്തതുകൊണ്ട് തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്ന് പറയുന്നത് 24 മണിക്കൂറും കയ്യും പിടിച്ച് വേറെ ആരോടും സംസാരിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുക, ആരോടും മിണ്ടുന്നില്ല. ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ വന്ന് ഇവരെ കവർ ചെയ്യുക, ഇയാൾ തെറ്റ് ചെയ്താൽ ഇയാളെ വന്ന് ഇവിടെ കവർ ചെയ്യുക. അതാണോ ഫ്രണ്ട്ഷിപ്പ്? ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കോംബോ ലവ് ട്രാക്കുകളൊക്കെ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്, ഹിന്ദി ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് കോംബോ നല്ല രീതിയിൽ നമ്മുടെ മലയാളിയായ ശ്രീശാന്തും ദീപികയും അവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ കോംബോ അവർ കളിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് അവരെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അവരെ കുറിച്ച് ഈ നെഗറ്റീവ് പറയുന്നു? അതിന് അവർ തന്നെയാണ് കാരണം. അവരെന്താണോ പ്രേക്ഷകരിലേക്ക് കാണാൻ കൊടുക്കുന്നത് അത് തന്നെയാണ് കാരണം. അപ്പം ഇന്ന് സിജോ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എപ്പോഴും ഇവർ തന്നെയാണ് ഒന്നിച്ചിരിക്കുന്നത്, വേറെ ആരോടും ഒരു മിണ്ടലില്ല. അപ്പം ഇതിലെനിക്ക് അപ്പോൾ ഗെയിമിൽ ഇൻവോൾവ്മെന്റ്. അപ്പോൾ ഇവർ ഗെയിമിൽ അല്ലെങ്കിൽ ഗെയിമിനകത്ത് ഗബ്രിയും ജാസ്മിനും ബാക്കിയുള്ളവരോടൊന്നും ഒരു ഇന്ററാക്ഷനും ഇല്ല, ഒന്നുമില്ല. ജാസ്മിൻ സത്യം പറഞ്ഞാൽ വളരെ ഗബ്രിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഗെയിം കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗബ്രി ജാസ്മിന് വേണ്ടിയിട്ട് സ്വന്തം ഗെയിം കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവായിട്ട് വന്ന് നല്ല രീതിയിൽ പോകേണ്ടതാണ് മുന്നോട്ട്. ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തോ ഫ്രണ്ട്ഷിപ്പാണ്, നല്ല ഒരു രീതിയിൽ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ള രീതിയിൽ സുഖമായിട്ട് പോവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവർ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പല രീതിയിലും അത് കമൻറ്റ് ബോക്സിൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും, ഞാൻ പ്രേക്ഷകർ ഒരിക്കലും കുറ്റം പറയില്ല. ടോക്സിക് ആയിട്ടുണ്ട്, ചിലവരൊക്കെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നുണ്ട്. പക്ഷെ അതിന് ഒരു പരിധി വരണ കാരണക്കാർ അത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ്. അത് ജാസ്മിനും ഗബ്രി കാര്യം ഒന്നും വ്യക്തതയില്ല. ഫ്രണ്ട്ഷിപ്പാണോ ലവ് ആണോ എന്നാൽ കാണിക്കുന്നത് വേറെ പലതും. അപ്പോൾ അതുകൊണ്ട് വ്യക്തതയില്ല. നമുക്കിപ്പം ആണും പെണ്ണും ഒരുമിച്ചിരുന്നു പറഞ്ഞാൽ ആരും ഒന്നും പറയില്ല. പക്ഷെ അതിനെല്ലാം ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് പ്രേക്ഷകർ പല രീതിയിലുള്ള ആൾക്കാരാണ്.
പല വിധത്തിലുള്ള ആൾക്കാരാണ്. ഫ്രണ്ട്ഷിപ്പ് കോമ്പോസ് ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, ലവ് ട്രാക്ക് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്രദർ സിസ്റ്റർ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ. പക്ഷേ ഇതിന്റെ ഒരു ഇതിൽ ഇവരുടെ രണ്ടുപേരുടെ മികച്ച രണ്ട് ഗെയിമേഴ്സാണ്. അല്ലാതെ ഗെയിം അറിയാതെ നമ്മളൊരു കാര്യം ചെയ്യാം, ലവ് ട്രാക്ക് പിടിക്കാം, ചേർന്നിരിക്കും, കെട്ടിപ്പിടിക്കുക, കടിക്ക്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അവർക്ക് ഗെയിം കളിക്കാനൊന്നും അറിയില്ല, കൂടിപ്പോയി ഇത് മാത്രമേ അറിയൂ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നതെന്നേ പറയുള്ളൂ. പക്ഷേ ഇവർ നല്ല രണ്ട് ഗെയിമേഴ്സാണ്. ഇവരുടെ ഗെയിം ഇവർ അന്യോന്യം ഈ കോംബോ കളിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗബ്രി ഇന്നലെ മൊത്തം ആ ഒരു ഋഷിയുടെ ആ വഴക്കിൽ മൊത്തം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതാണ് ഗബ്രിയിൽ നിന്ന് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. ജാൻമണി ഐസ്ക്രീം കഴിച്ച് ഒരു സ്കൂപ്പ് എടുത്ത് വായിൽ വെച്ചതേ ഉള്ളൂ. ഗബ്രിയുടെ ആ ടോണ്, ഗബ്രി പറഞ്ഞത് ചോദിച്ചിട്ട് എടുക്കണമായിരുന്നു, പക്ഷെ അത് ഇങ്ങനത്തെ ടോണിലല്ല പറയേണ്ടത്, ആ ടോൺ അല്ല സംസാരിക്കേണ്ടത്. ജാനു നീ എടുത്തു, എടാ ഇനിയുണ്ടല്ലോ അത് എല്ലാവർക്കും വേണ്ടി വെച്ചേക്കണെയാണ്, നമുക്കത് ഇനി അത് എടുക്കുമ്പോഴത്തേക്കും എന്നോടൊന്ന് പറയണേ, അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി വെച്ചേക്കണാണ് ഇത് പറയാം. പക്ഷേ ഗബ്രി പറഞ്ഞ ആ ടോണ്, അതിൽ ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടിയിട്ട് നിന്നു, അല്ല ഗബ്രിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നിന്നു. പക്ഷേ ഇവിടെ ജാസ്മിൻ ഇവിടെ നെഗറ്റീവ് ആവുന്നത്, ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി നിൽക്കുന്നു, ഗബ്രി എന്ന ജാസ്മിനെ വഴക്ക് പറയുന്നുണ്ട്, വീട്ടുകാർ ജാസ്മിനെ വഴക്ക് പറയുന്നു, പ്രേക്ഷകരും ജാസ്മിനെ വഴക്ക് പറയുന്നു. അപ്പോൾ ഇതിൽ ജാസ്മിൻ്റെ ഗെയിം എവിടെ പോകുന്നു? താഴോട്ട് പോകുന്നു, ഒന്നും ഇല്ലാണ്ടാവണു. ജാസ്മിൻ ഇവിടെ ഗബ്രിയെ വഴക്ക് പറയുന്നുണ്ട്, എടാ നീ പറഞ്ഞ രീതി ശരിയല്ല. വീട്ടുകാരുടെ കൂടെ ജാസ്മിൻ നിൽക്കുന്നുണ്ട്, പക്ഷെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഗബ്രി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന്റെ എഫക്റ്റ് ഞാൻ 0 മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗബ്രി പറഞ്ഞ ആ ടോണാണ് ഏറ്റവും വലിയ പ്രശ്നം. ജാൻമണി ചോദിക്കണമായിരുന്നു, ശരിയാണ്, പക്ഷെ അതിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല, അത് പറഞ്ഞിട്ടുമില്ല, ചോദിക്കണമെന്ന്. പക്ഷെ ഗബ്രി പറഞ്ഞ ആ ടോണ് വളരെ മോശമായിട്ടുള്ള ടോണായിപ്പോയി, കുറച്ച് കൂടിപ്പോയി. ആർക്കായാലും ഐസ്ക്രീം ഒരു സ്കൂപ്പ് പോലും അല്ലെങ്കിൽ ഒരു സ്പൂൺ പോലും കഴിക്കാൻ തോന്നത്തില്ല. അതുപോലത്തെ വല്ല ക്യാപ്റ്റനാണ് അപ്സര. അപ്പോൾ ക്യാപ്റ്റന്റെ ഇതിലാണ് അത് എടുത്തു കൊടുത്തത്. അപ്പം അപ്സരയോടും ഗബ്രി പറഞ്ഞത് നിങ്ങൾ ടീം കൂടി ഇരിക്കുകയാണ് അങ്ങനെ. പക്ഷെ അപ്സരയുടെ ഭാഗത്ത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള പോയിന്റാണ്. അപ്സര ഒരിക്കലും ഒരു ടീമിൽ നിന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്സര ഒരു ഫെയർ ക്യാപ്റ്റനായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. അപ്സരയിൽ എനിക്കൊരു അൺഫെയർനെസ് എനിക്ക് ഇതുവരെ ഒന്നിലും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഈ കോംബോയുടെ കാര്യം പറഞ്ഞു, ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കോംബോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് അവർക്ക് തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗബ്രിക്കും ജാസ്മിനും എത്ര നന്നായിട്ട് ഗെയിം കളിച്ചിട്ടും എത്ര സ്ട്രോങ് ആയിട്ട് നിന്നിട്ടും ഈ കോംബോ തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരെ അല്ല പറയേണ്ടത്, അത് അവർ കൊടുക്കുന്ന ആ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഇമ്പാക്റ്റ് ആണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പം അപ്സര ടീം ഉണ്ടാക്കില്ല. ജാൻമണി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഗബ്രിയോട് ചോദിക്കണമായിരുന്നു, പക്ഷെ ജാനു അത് അപ്സരയുടെ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ബലത്തിലാണ് ഐസ്ക്രീം എടുത്തത്, അപ്സര ക്യാപ്റ്റൻ ആയതുകൊണ്ട്. നോറ, പല ആൾക്കാരും ഇവരുടെ ഈ ജാസ്മിൻ്റെയും ഈ ഗബ്രിയുടെയും ഈ ഒരു കോംബോയിൽ നെഗറ്റീവ് പുറത്ത് ഉണ്ടായത് കൊണ്ട് പലർക്കും ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഉദാഹരണത്തിന് ഋഷിക്ക് ഇന്നലെ ഭയങ്കര പോസിറ്റീവായിരുന്നു പ്രേക്ഷകരുടെ ഇടയിൽ. പ്രേക്ഷകർ ഋഷി നന്നായി പോയി അവരെ പറഞ്ഞത്, അല്ലെങ്കിൽ അവർക്ക് 2 കൊടുക്കണമായിരുന്നു, കിട്ടണമായിരുന്നു എന്നൊക്കെയാണ് പ്രേക്ഷകർ കുറേ പേര് പറയുന്നത്. കുറച്ച് പേര് കാര്യം പറയുന്നുണ്ട്, യഥാർത്ഥ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇത് നോറ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോയുടെ നെഗറ്റീവ്നെസ് സത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നോറ ഇവിടെ പല കാര്യങ്ങളും പോയിന്റ് ചെയ്ത് പറയുന്നുണ്ട്. നോറ ഇവിടെ സ്കോർ ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അതുപോലെ യമുനയും ശ്രീരേഖയും ഇന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊന്ന് വഴക്കിട്ടു, കുറച്ച് കാര്യങ്ങൾ വഴക്കിട്ടു. അവർ തമ്മിലൊരു പ്രശ്നമുണ്ടായി. അതായത് ജാസ്മിന് പകരം സിജോനെ എടുക്കാൻ മതിയായിരുന്നു ശ്രീരേഖ പറയുന്നു. അത് പിന്നെ താക്കോലിൻ്റെ പ്രശ്നമായപ്പോൾ ആ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കൂടി. അവസാനം അതെല്ലാം ശരിയായി. പിന്നെ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട് വീക്ക്ലി ടാസ്ക് എന്തുകൊണ്ടില്ലാത്തത്. വീക്ക്ലി ടാസ്ക് എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാവുന്നത്. പവർ ടീം ഉള്ളിടത്തോളം കാലം വീക്ക്ലി ടാസ്ക് ഉണ്ടാവില്ല. ഇത് മാറ്റിപ്പിടിക്കട്ടെയാണ്. ഇനി വീക്ക്ലി ടാസ്ക് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. ഇതിനകത്ത് പവർ ടീം എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നല്ലത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം കുറച്ച് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇമ്മ്യൂണിറ്റി. പവർ ടീമിൽ ആരൊക്കെയുണ്ടോ ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻ, അവർക്ക് ആ ആഴ്ച ഇമ്മ്യൂണിറ്റി, അവരെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഇമ്മ്യൂണിറ്റിയാണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ആ ആഴ്ച നോമിനേഷൻ ഫ്രീ ആയിരിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ പവർ. പിന്നെ അവർക്ക് വീട്ടിലെല്ലാ ലക്ഷറി സാധനങ്ങൾ കിട്ടും, സ്ഥാനങ്ങൾ കിട്ടും, പദവി കിട്ടും, അധികാരം കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ ഈ സ്ഥാനത്തോട് ബാക്കിയുള്ള കണ്ടസ്റ്റ്, അപ്പം ഗെയിമിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവർക്ക് 100 ദിവസത്തേക്ക് അടുക്കാൻ പറ്റും പെട്ടെന്ന്. അവരെ കൂടുതൽ അവരായിരിക്കും ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഒരു എപ്പിസോഡിൽ. അവരായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവരുടെ തീരുമാനങ്ങളൊക്കെ പ്രേക്ഷകർ കൂടുതൽ കാണും. അപ്പോൾ പവർ ടീമിന് അത് നല്ലത് തന്നെയാണ്. അപ്പോൾ അവർ ആ പവർ ടീമിലേക്ക് കയറാൻ വേണ്ടി ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഗെയിം ഉണ്ടാവും, അവിടെ ഒരു പ്രശ്നങ്ങളുണ്ടാവും, അവിടെ പരിഹാരങ്ങളുണ്ടാവും, അവിടെ ചർച്ചയുണ്ടാവും, അവിടെ വഴക്കുണ്ടാവും, അവിടെ സ്നേഹം ഉണ്ടാവും, അവിടെ സംസാരങ്ങളുണ്ടാവും, അവിടെ കണ്ടന്റ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ കഴിഞ്ഞ സീസൺ പോലെ പ്ലെയിൻ ആയിട്ടിരുന്ന ഓണവില്ലും കളിച്ചുകൊണ്ട് അവരവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇവർ തമ്മിലൊരു വാഗ്വാദം, അവർ തമ്മിലൊരു ചർച്ച, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. അവരുടെ പേഴ്സണാലിറ്റി പുറത്ത് വരുത്തൂല. ചിലവർക്ക് ഇപ്പൊ പവർ ടീമിൽ 6 പേരുണ്ട്. 6 പേരുടെ തീരുമാനങ്ങൾ നമുക്ക് അറിയാൻ പറ്റും.
6 പേരുടെ നിലപാടുകൾ അറിയാൻ പറ്റും, 6 പേരുടെ വ്യക്തിത്വങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പവർ ടീമിൽ നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ പവർ ടീം വന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിപ്പോവും. ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് ഈ പവർ ടീം പിരിച്ചുവിടണം, കൊള്ളില്ല എന്നൊക്കെ. അതിന് അടുത്ത പവർ ടീം വരുമ്പോൾ നമുക്ക് നോക്കാം ഇത് ഇൻട്രസ്റ്റിംഗ് ആവുമോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ പവർ ടീം റിപ്പീറ്റ് ചെയ്ത് അടിച്ചുകൊണ്ടാണ് നമുക്കത് ഒരു റിപ്പറ്റീഷൻ തോന്നുന്നത്. മറ്റു ആൾക്കാർ പവർ ടീമിലേക്ക് വരുമ്പോൾ ഇതിന് വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും. ഇനി ഉണ്ടാകാൻ പോകുന്നത് ചലഞ്ച് ടാസ്ക് ആണ്. പവർ ടീമിനെ ബാക്കിയുള്ള 3 ടീമുകാർ ചാലഞ്ച് ചെയ്യണം. എന്നിട്ട് ഇന്ന് 1ാമത്തെ ദിവസം, നാളത്തെ 2ാമത്തെ ചാലഞ്ച്, അടുത്ത 3ാമത്തെ ചാലഞ്ചിൽ ഈ 2ാമത്തെ ചാലഞ്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾ പവർ ടീമുമായിട്ട് മത്സരിച്ച് പവർ ടീമിൽ അതിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പവർ ടീം അവരാണ്. അപ്പോൾ അതിൽ ഗെയിം മാറും. അപ്പോൾ ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് ഇന്നത്തെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ചാലഞ്ചാണ്. കുട്ടികൾക്ക് ഇത് കുട്ടിക്കാരും മണി കെട്ടും എന്നുള്ളത്. അതിനകത്ത് സത്യം പറഞ്ഞാൽ റോക്കിയുടെ ടീം എന്താണ് ഗെയിം അവർക്ക് മനസ്സിലായിട്ടില്ല, ടാസ്ക് അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ വിചാരിച്ചത് അവരുടെ പെർഫോമൻസ് ആണ്. പക്ഷേ ഇതിനകത്ത് കുട്ടിയെ നമ്മൾ ഹാപ്പി ആക്കണം, അതാണ് സംഭവം. അവർ അത് പറഞ്ഞ് കൊള്ളക്കാരെ പോലെയൊക്കെ നിന്നു. അവർക്ക് വേണമെങ്കിൽ അത് തീം വളരെ നല്ലതാണ്. പക്ഷെ അവർ കുട്ടീനെയും കൂടെ അവർ ഇൻവോൾവ് ചെയ്യിച്ച് അവർ സ്നേഹിപ്പിച്ച് ഒരു പാട്ടൊക്കെ പാടി ഓലത്തുമ്പത്തിയിരുന്നൊക്കെ പറഞ്ഞ് കൊള്ളക്കാരൊക്കെ കുട്ടീനെ നോക്കുമല്ലോ, അതുപോലെ ജാസ്മിനെ നോക്കണമായിരുന്നു. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ അവരും നന്നായിട്ട് പെർഫോം ചെയ്തു, അവർ കുട്ടീനെ ഹാപ്പിയാക്കി. ഇത് അവരെ പെർഫോമൻസ് മാത്രം. അതുമാത്രമല്ല കുട്ടി കുട്ടിയെ പേടിപ്പിച്ചോടിക്കുകയാണ് ചെയ്തത്. പിന്നെ സിജോയുടെ ടീം ഒരുവിധം നന്നായിട്ട് ചെയ്തു. അപ്പോൾ സിജോയുടെ ടീമാണ് ഇതിനകത്ത് ബെറ്റർ ആയിട്ട് ചെയ്തത്. ജിൻഡോയുടെ ടീമിനും ആമ ഇറച്ചി കൊടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ റോക്കിയുടെ ടീം എന്താണ് പുലിപ്പാല് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്, ഇത് പേടിപ്പിക്കണതല്ല, കുട്ടിയെ ഹാപ്പി ആക്കുന്നതായിരുന്നു. പിന്നെ കുട്ടികളുടെ പെർഫോമൻസ് ശ്രീരേഖ നന്നായിട്ട് പെർഫോം ചെയ്തു, യമുന പെർഫോം ചെയ്തു. ജാസ്മിൻ എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് നന്നായിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത വിഷയം. അപ്പോൾ ഇതിനകത്ത് സിജോ ടീം ജയിച്ചിരിക്കുകയാണ് 2 പോയിന്റ്, ജിൻഡോ ടീമിന് 1 പോയിന്റ്. ഇനി നാളെ ഇവർ തമ്മിലൊരു മത്സരമായിരിക്കും ഉണ്ടാവുന്നത്. എനിക്ക് അറിയില്ല. അങ്ങനെ മത്സരിച്ച് കഴിഞ്ഞാൽ അതിൽ ജയിക്കുന്ന ആൾ പവർ ടീമായിട്ടായിരിക്കും അടുത്ത മത്സരം. ഓക്കെ, ഇനി താക്കോല് കാണാതായ പോയ വിഷയം. സത്യം പറഞ്ഞാൽ ശ്രീരേഖ ഒരു മറവി ഉണ്ടായി. ശ്രീരേഖയുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് അല്ല, ഒരു മറവിയാണ്. അതായത് അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു മിസ്റ്റേക്ക് അല്ല. പക്ഷേ ശ്രീരേഖ എല്ലാവരും പെർഫെക്ഷനിസ്റ്റാണ്. ശ്രീരേഖയ്ക്ക് ഭയങ്കര എല്ലാവരെയും കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിച്ച് ചെറിയ നിസാര കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊരു ഗെയിമായിട്ട് മാറ്റി വലിയൊരു ഹെഡ് മിസ്ട്രസിനെ പോലെയാണ് ശ്രീരേഖ അവിടെ നിന്നത്. ആ ശ്രീരേഖയുടെ കയ്യിൽ നിന്ന് ഈ ഒരു മിസ്റ്റേക്ക് വന്നു. മണിക്കൂറുകളോളം കണ്ടസ്റ്റൻസിനൊന്നും കഴിക്കാൻ കിട്ടിയ സമരമായി, പ്രശ്നമായി. യമുന വരെ പറഞ്ഞു ഇത് ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ശ്രീരേഖയ്ക്ക് താങ്ങാൻ പറ്റില്ല. അതാണ് ശ്രീരേഖ ഇമോഷണലി വളരെ വീക്കായി പോയതും ഒരു നാണം കെട്ട ഫീലിംഗ്. അയ്യോ എൻ്റെ ഇത്രയും ദിവസം ഞാൻ ഉണ്ടാക്കി വെച്ച അത് പോയി, ഇനി എൻ്റെ മേലിലൊരു മിസ്റ്റേക്ക് വന്നു, അത് നാണക്കേടായി പോയി, എല്ലാ വിഷമവും ഉണ്ട് അത് കാരണം. പക്ഷെ അവസാനം അത് ശ്രീരേഖയുടെ ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ച് അത് തീർത്തു. ഇനി നാളെ പവർ ടീം പിരിച്ചുവിടണം എന്നുള്ള സമരമാണ് ഈ പ്രൊമോയിൽ കാണിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ജാൻമണി കിടന്ന് ഉറങ്ങി. അപ്പോൾ അതിൽ ബൗബൗ അടിച്ചു. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ലക്ഷറി ബജറ്റ് കട്ടായി. പവർ ടീം താക്കോൽ ഇല്ലാണ്ടായി. അപ്പോൾ പവർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ മിസ്റ്റേക്കുകൾ വന്നു. ഇത് മറ്റ് ടീമുകാർ യൂസ് ചെയ്യാണ്. അത് നന്നായി, ഇങ്ങനെ വരണം, സൂപ്പറായിട്ടുണ്ട് അവർ ചെയ്തത്. അവർ ചെയ്യണം. അല്ലാതെ പിന്നെ നിങ്ങൾ തന്നെ പവർ ടീം ആയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ സീസൺ പോലെ നിങ്ങൾ തന്നെ ഇരുന്നോ രാജാവായിട്ട്, നിങ്ങൾ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞ പോലെയാവും. അങ്ങനെയല്ലോ, നിങ്ങൾ തന്നെ ഏറ്റവും മുകളിലിരുന്നു. അങ്ങനെയല്ല. അതിൽ സിജോയും അതിൽ റോക്കിയും ജിൻഡോയും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർക്ക് 3 പേര് അവർ നിന്നിട്ട്. അപ്പം റോക്കിയാണ് ഇവിടെ അപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അപ്സര പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് പവർ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റോക്കി പറയുന്നത് ഇല്ല, പവർ ടീം പിരിച്ചുവിടണം, നിങ്ങളുടെ മിസ്റ്റേക്ക് നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ പറയണം, ഇങ്ങനെ തന്നെ ആയിരിക്കണം ബിഗ് ബോസ് ആഗ്രഹിച്ച ഒരു കാര്യം. അങ്ങനെ പവർ ടീം പിരിച്ചുവിടാൻ വേണ്ടി റോക്കിയും സിജോ നിൽക്കുന്നുണ്ട്. ജിൻഡോ നിൽക്കുന്നുണ്ടെന്ന് അറിയില്ല. പവർ ടീം പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ വിടുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ബിഗ് ബോസ് ഇടപെട്ട് അവരെ ചലഞ്ച് ചെയ്യിപ്പിക്കും. അങ്ങനെ ചലഞ്ച് ചെയ്യപ്പം ജാസ്മിനോട് പറയും. അപ്പോൾ സിജോ പറയുന്നുണ്ട് നീ പവർ ടീമിൽ ചലഞ്ച് ചെയ്യ്, നീ കയറിയിട്ട് കാണിക്കാന്നല്ലേ പറഞ്ഞത്, ഇന്ന് കാണിക്ക്, അല്ലെങ്കിൽ നമ്മൾ വന്ന് കയറും, കയറുന്നതൊന്ന് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഗെയിം ഒന്ന് ആവേശം കൊള്ളുന്നത്. നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. അങ്ങനെ എപ്പിസോഡ് 10 മാർച്ച് 19. കാക്കാമലയിലെ കാക്കാമറുകിലെ കാട്ടിൻ കൊഞ്ചലോ പെണ്ണേ നീ ഞാൻ അതാണ് പാട്ട്. അപ്പോൾ ശ്രീയും നമ്മുടെ ഋഷിയും കൂടെ വർത്താനം പറയാണ്. ശ്രീരേഖയാണ് ശ്രീ എന്ന് വിളിക്കാൻ, ചെറിയ ഷോർട്ടിലായിട്ട്. അപ്പോൾ ഋഷി പറയണേ എനിക്ക് അങ്ങനെ വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, വളരെ ചുരുക്കമാണ്, ട്രസ്റ്റ് ആയിട്ടുള്ള, അതായത് അവരെ വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രീരേഖ ചോദിക്കുന്നുണ്ട് ഓക്കെ എന്നാലും നീ ഇങ്ങനെ ഡൗൺ ആവരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇനിയാണ് ജാസ്മിനും യമുനയും തമ്മിലുള്ള സംസാരം. അപ്പം ജാസ്മിൻ പറയാണ് ഒരു പെണ്ണ്, ഇപ്പം ഗബ്രി ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരാണാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇത് പ്രശ്നം ഒരു പെണ്ണും ആണും ആയതിൻ്റെ പ്രശ്നമാണ്, അത് പറയുന്നവരുടെ പ്രശ്നമാണ്, കാണുന്നവരുടെ പ്രശ്നമാണ്, അത്രേ ഉള്ളൂ. എനിക്ക് ചാടാനുള്ള തോള് ഗബ്രിയുടെ തോളാണ്. ഇപ്പം ഞാൻ രതീഷ് കാക്ക ഇവിടുന്ന് പോയപ്പോഴത്തേക്കും
ഞാൻ പുള്ളിക്കാരൻ്റെ തോളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് താത്തയെ ഓർമ്മ വന്നു തോളിൽ കിടന്നപ്പോൾ. അതേപോലെ തന്നെ ചേച്ചിയുടെ തോളിൽ കിടന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അപ്പോൾ ഇതേപോലെ കുറേ കാര്യങ്ങളുണ്ട്. അവൻ്റെ കൈ പിടിച്ച് വെക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഒരു 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 എന്താ പറയേണ്ട കണക്ഷൻ ഫീൽ ചെയ്യും, ഒരു ആശ്വാസം കിട്ടും എനിക്ക്. എനിക്ക് അവൻ്റെ വിശ്വാസമാണ്, ആർക്കും മനസ്സിലാവില്ലത്. അപ്പോൾ ബെഡിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, അറിയാമോ ചേച്ചിക്ക്? അപ്പോൾ യമുന അത് പിന്നെ ഒരു ആണും പെണ്ണും ബെഡിൽ കിടന്നാലോ സിനിമ കാണാൻ പോയാലോ ഒന്നും ഒരു കുഴപ്പമില്ല, ഒരു പെണ്ണ് വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ജാസ്മിൻ ഇവിടെ അങ്ങനെയല്ലല്ലോ കാണുന്നത്, ഇവിടെ നല്ലൊരു ട്രൂ ഫ്രണ്ടിനെ കിട്ടാൻ ഭയങ്കര പാടാണ്, പക്ഷെ എനിക്കത് കിട്ടി, അത് എന്താണ്, അത് എൻ്റെ ഭാഗ്യമാണ്, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ എന്ന് ജാസ്മിനും യമുനയും സംസാരിക്കുകയാണ്. അൻസിബയും ഋഷിയും ഇവിടെ തിരിച്ച് ജാസ്മിനെ കുറിച്ച്, അൻസിബ ഞാൻ എന്തായാലും ജാസ്മിൻ്റെ മുന്നിൽ മനസ്സ് തുറക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഋഷി അവളുടെ കാര്യം, അവൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ എന്നോട് ചോദിക്കും എന്തിനാടാ നിനക്ക് എന്നോട് പുച്ഛമെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അവളെപ്പോലെ ഒരു ഗെയിമറിനെയോ അല്ലെങ്കിൽ സെൽഫിഷ് പ്ലെയറിനെ എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞാൽ, എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പൻസിബ പറയാണ് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഈ രണ്ടെണ്ണത്തിനെയും, ഈ ഗബ്രീനെയും ഈ ജാസ്മിനെയും എനിക്ക് കാണാനേ താല്പര്യമില്ല. അപ്പോൾ ഋഷി ആദ്യം അളന്നു നോക്കി, പിന്നെ എനിക്ക് മനസ്സിലായി പൻസിബ എല്ലാം ആക്ടിംഗ് ആണ്, കരച്ചിലോ പക്ക ആക്ടിംഗ് ആണ്, പിന്നെ ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ് ക്യാമറയിൽ വരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഋഷി പിന്നെ ക്യാമറയിൽ ആൾക്കാരിരുന്ന് ഫുള്ള് കാണാൻ പോയില്ലേ, പ്രേക്ഷകർക്കൊക്കെ എല്ലാം കാണുന്നുണ്ട്, എല്ലാവരും മനസ്സിലായിക്കോളും. പൻസിബ അങ്ങനെയാണെങ്കിൽ ഋഷി പറഞ്ഞതിന് അറിയാമോ, ഋഷി അവളെ പറഞ്ഞതിനെക്കാട്ടി മേലെയാണ് ഗബ്രി എന്നെ പറഞ്ഞത്, അറിയാമോ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? ഇവളെ പോലെ താങ്ങാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇനിയാണ് നമ്മുടെ ടാസ്ക് വരുന്നത്. ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചലഞ്ച് ടാസ്ക് ആണ്, വീക്ക്ലി ടാസ്ക് അല്ല ഉള്ളത്, ചലഞ്ച് ടാസ്ക് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ടാസ്കിൻ്റെ പേരാണ് ഈ കുട്ടിക്കാര് മണികെട്ടും. അതായത് പവർ ടീമിനെ തോൽപ്പിച്ചിട്ട് ഇതിനകത്ത് കയറുന്ന ഒരു ടീം, അതാണ്. അപ്പോൾ ചലഞ്ച് 1 ആണ് ഇത്. ചലഞ്ച് 1, ചലഞ്ച് 2, ചലഞ്ച് 3, അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾ ആ ടീം പവർ ടീമിനെതിരെ മത്സരിക്കും ചലഞ്ച് 3-ൽ. അങ്ങനെയാണല്ലോ. അപ്പം ശിശുപാലനമാണ് ആദ്യത്തെ ചലഞ്ച്. നിങ്ങളുടെ ടീമിൽ 3 കുട്ടികൾ, അതായത് പവർ ടീമിൽ നിന്ന് 3 കുട്ടികളെ തിരഞ്ഞെടുക്കണം. 10 വയസ്സിൽ താഴെയുള്ള 3 കുട്ടികളാണ്. വ്യത്യസ്തമായ പ്രായമായിരിക്കണം ഈ 3 കുട്ടികൾക്ക്. ഓരോ കുട്ടിക്കും നിശ്ചിത സമയം ഉണ്ടാവും ഓരോ ടീമിൽ പോകാൻ. ആദ്യത്തെ റൗണ്ടിൽ ഒരു ടീം, രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകണം, രണ്ടാമത്തെ ടീമിലേക്ക് പോകണം, മൂന്നാമത്തെ റൗണ്ടിൽ മൂന്നാമത്തെ ടീമിലേക്ക് പോകണം. ഓരോ കുട്ടിയും മറ്റ് എതിർ ടീമുകൾക്ക് ചലഞ്ച് ആയിരിക്കണം. അതായത് ഈ കുട്ടിയെ ഒരിക്കലും നിങ്ങൾ അത്രയ്ക്ക് ശക്തമായി ഈ കുട്ടികൾ നിൽക്കണം, ഒരിക്കലും ആ ടീമിനെ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റരുത്. ആ രീതിയിൽ വേണം പവർ ടീം പെർഫോം ചെയ്യാൻ. അപ്പോൾ കുട്ടികൾ ഹാപ്പി ആവണം. അപ്പോൾ കുട്ടി എന്തായാലും മാക്സിമം അവരെ ഉപദ്രവിക്കണം, എന്നാലും അവർ കഷ്ടപ്പെട്ട് സഹിച്ച് നിന്ന് ഇവരെ ഹാപ്പി ആക്കണം കുട്ടികളെ. അതാണ് ചലഞ്ച്. അപ്പോൾ ആലോചിച്ച് തീരുമാനിക്കണം ആരൊക്കെ പോകണം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇവർ പാരൻസ് ആയിട്ടാണ് നിൽക്കുന്നത്, ടീമുകാർ, മറ്റു ടീമുകാർ. അവർ കർക്കശക്കാരും ആവാം, ലാളിക്കുന്ന പാരൻസും ആവാം, എങ്ങനെ വേണോ നിൽക്കാം. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പരിപാലിക്കുന്ന ടീമിനെ പവർ ടീമും ക്യാപ്റ്റനും കൂടെ തീരുമാനിക്കും. ഓക്കെ. അപ്പോൾ ആരൊക്കെയാണ് 3 കുട്ടികളെന്ന് നോക്കുമ്പോഴത്തേക്കും യമുന, ശ്രീരേഖ, ജാസ്മിനാണ് 3 കുട്ടികൾ പവർ ടീമിൽ നിന്ന് പോകാനുള്ളത്. അപ്പോൾ എല്ലാ ടീമുകളും റെഡി ആവുകയാണ്. അപ്പോൾ ഓരോ ടീമുകാർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഇവിടെ അൻസിബ പറയുന്നുണ്ട് ഫണ്ണാക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ആ യമുനയും ജാസ്മിനെയും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഫണ്ണ് തന്നെ ആയിരിക്കുമോ? ജാസ്മിൻ പിന്നെ അയ്യോ കഷ്ടപ്പെടും, വെറുപ്പിച്ച് കൊല്ലും. അപ്പം അത് പിന്നെ വെറുപ്പേരി തന്നെയല്ലേ റോക്കി പറയുന്നത്. ഇവിടെ സിജോയുടെ ടീം മൊത്തം സിജോ അങ്കിളായിട്ട്, ശരണ്യ അച്ഛനായിട്ട്, ശ്രീതു ഭാര്യയായിട്ട്, സുരേഷ് അപ്പൂപ്പനായിട്ട്, നോറ അമ്മുമ്മയായിട്ടാണ് നിൽക്കുന്നത്. റോക്കിയുടെ ടീമാണെങ്കിൽ ചെമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ പോലെയാണ് നിൽക്കുന്നത് കേട്ടോ. അതായത് കടിച്ചു കീറും ഈ കുട്ടീനെ. സത്യം പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. മനസ്സിലായി, സിജോയുടെ ടീമിന് മനസ്സിലായി, ജിൻഡോയ്ക്ക് മനസ്സിലായി, പക്ഷേ റോക്കിയുടെ ടീമിന് മനസ്സിലായിട്ടില്ല കേട്ടോ. പാവയെ കാണിച്ച് അടിച്ചടിച്ചടിച്ച് ഇവരുടെ പെർഫോമൻസിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇവർ കുച്ചിനെ ഹാപ്പി ആക്കാനല്ല നോക്കുന്നത്, ഇവർക്ക് പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിന്നത്. ഇവരുടെ പെർഫോമൻസിനും കൂടെ മാർക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ജിൻഡോ അച്ഛൻ, നിഷാന അമ്മ, റസ്മിൻ മകള് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ജിൻഡോ റെഡിയാവുകയാണ്. കണ്ണാടിയൊക്കെ നോക്കി നവരസങ്ങൾ, ശൃംഗാരം, ഹാസ്യം, എന്തോന്ന് ഭീവത്സം, ശാന്തം, ദേഷ്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മോനെ ഈ ഡയലോഗൊക്കെ പ്രാക്ടീസ്, മോനെ നിൻ്റെ അച്ഛൻ ആക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് അപ്സര ജിൻഡോ ചേട്ടാ ഇങ്ങോട്ട് എവിടെ പോയി കിടക്കുന്നത്. അത് കഴിഞ്ഞ് റെഡിയാവുകയാണ്. അപ്പോൾ ആദ്യം ശ്രീരേഖേനെ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നു. ശ്രീരേഖയുടെ വയസ്സ് 6 വയസ്സ്. ശ്രീകുട്ടി എന്നാണ് പേര്. സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും തൃപ്തി വരാത്ത കുട്ടിയാണ്. അങ്ങനെ അപ്പുറത്തുനിന്ന് നമ്മുടെ ചലഞ്ച് ചെയ്യണം, ശ്രീരേഖ മാക്സിമം ചലഞ്ച് ചെയ്യണം. അങ്ങനെ നെക്സ്റ്റ് ടീമായ സിജോയുടെ ടീമാണ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അവർ കാത്തു നിൽക്കുകയാണ്. ശ്രീരേഖ പുറത്തേക്ക് ഇറങ്ങുന്നതും മോളെ ശ്രീരേഖ പോടാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. പോടാ 6
വയസ്സായ കുട്ടിയാണ്. പക്ഷേ ശ്രീരേഖ അഭിനയിച്ചത് 4 വയസ്സിനെയാണ്. പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ, നന്നായിട്ട് പെർഫോം ചെയ്തു. കൊച്ചു കുട്ടികളുടെ റോളെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ പ്രായം കൂടുന്തോറും ആ കുട്ടി മെച്ചുവർ ആവും. അപ്പോൾ അതുകൊണ്ട് പെർഫോമൻസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടിയുടെ റോളാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അയ്യോ മക്കളെ ഇങ്ങ് വാടാ, അയ്യോ എൻ്റെ പൊന്നുമോളിങ്ങ് വാടാ, പോടാ പൊടി ശവമേ, ശവമൊന്നും ആ പൊടി എൻ്റെ വീട്ടിൽ ഞാൻ സ്കൂളിൽ പോയിട്ട് ശവമൊന്നും ഞാൻ പഠിച്ചു കേട്ടോ. പോ ചവ, അയ്യോ നിന്റെ അപ്പൂപ്പനാണിത് സുരേഷ്, എന്നെ കടിച്ചേ. അപ്പം നോറ അമ്മൂമ്മ, ഈ കുട്ടീനെ വളർത്തി വഷളാക്കി വെച്ചേക്കെയാണ്. അപ്പൊ ശരണ്യോ, അയ്യോ എൻ്റെ മോളെ, എൻ്റെ പൊന്നുമോളെ, ചക്കര മോളെ, പോടാച്ചാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അയ്യോ ആന കളിക്കാം എന്ന് സിജോ അങ്കിളുടെ മുകളിലിരുന്ന് ആന കളിക്കുന്നു. അപ്പൊ സിജോ പോയിട്ട് ഇതാണ് പവർ റൂം, വൃത്തികെട്ട ആൾക്കാർ താമസിക്കുന്ന, ഒട്ടും കൊള്ളാത്ത ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് പവർ റൂം. അപ്പൊ നിനക്ക് താമസിക്കാനുള്ളതാണല്ലേ എന്നൊക്കെ ശ്രീരേഖ പറയുന്നുണ്ട്. അയ്യോ അപ്പോൾ ഉടനെ ശരണ്യ മോനു എന്ന് പറഞ്ഞ് ചാടി വീഴും ശ്രീരേഖ എടുത്ത്. എന്തൊരു നാറ്റാണിത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരേഖ അഭിനയിക്കുകയാണ്, ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മാക്സിക്കൊന്നും കുഴപ്പമില്ല അവരുടേത്. പക്ഷെ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ സിജോയുടെ ടീമാണ് നന്നായിട്ട് പെരുമാറിയത്. ബാക്കിയുള്ളവരൊക്കെ മറ്റേ കൊള്ളക്കാരെ പോലെ പെരുമാറുന്നത് പിള്ളേരുടെ അടുത്ത്. ജിൻഡോടൊന്ന് ഞാൻ വരാം. അപ്പോൾ ഇവിടെ ശരണ്യ ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത പെർഫോമൻസിന് വേണ്ടി കാത്തിരുന്നപ്പം ജാനുവും അപ്സര ജാനുവിന് ഐസ്ക്രീം എടുത്ത് കൊടുത്തു, ഒരു ബൗളിൽ കുറച്ച് ഐസ്ക്രീം. അപ്പം ജാനു ഭയങ്കര സന്തോഷത്തോടെ കഴിക്കണം. അപ്പം ഗബ്രി ഒടുക്കത്ത മോശം മൂഡിലാണ്. ഇന്നലെ തൊട്ടേ ഗബ്രിയുടെ മൂഡ് മോശമാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് ഐസ്ക്രീം കഴിക്കണമെങ്കിൽ എന്നോട് ചോദിച്ച് കഴിക്കണം. ഞാൻ ഫ്രീസറിലെടുത്ത് വെച്ചതാണ്, നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി തന്നെ വെച്ചിരുന്നതാണ്. പക്ഷേ അത് ചോദിച്ച് കഴിക്കണം. ഞാനിവിടെ ഒരു ഐസ്ക്രീം പോലും എൻ്റെ കഴിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല. ഇന്നലെ ഇവിടെ സ്ട്രോബെറി ഐസ്ക്രീം ആരോ എടുത്തോണ്ട് പോയി, ഇന്ന് എൻ്റെ ഐസ്ക്രീം എടുത്തോണ്ട് പോയി. അപ്പോൾ അത് ചോദിക്കണ്ടേ, ചോദിച്ചല്ലേ എടുക്കേണ്ടത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഈ കഴിക്കാണ്ടിരിക്കുന്ന ആൾ തന്നെ വെച്ചു പോകും. ആരായാലും ഏത് കൊച്ചുകുട്ടിയാണെങ്കിലും വെച്ചിട്ട് പോകും. അപ്പോൾ ഉടനെ തന്നെ സോറി ഗബരി, സോറി എൻ്റെ ഐസ്ക്രീം ഞാൻ എടുത്തു. അപ്പം അപ്സര, 2 സ്പൂണല്ലേ എടുത്തുള്ളൂ, എത്ര സ്പൂണാണെങ്കിലും ശരി തന്നെ, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പരതി നടന്ന് എല്ലാം കഴിക്കും, നിങ്ങൾ സമാധാനം പറയൂ അതിനൊക്കെ. ഗബ്രിയുടെ ടോൺ വളരെ മോശം. അപ്പം ജാസ്മിൻ, അതല്ല ചേച്ചി, സ്ട്രോബെറിയുടെ സംഭവം ഉണ്ടല്ലോ, എൻ്റെ സ്ട്രോബെറി എനിക്ക് കിട്ടിയതേ ഇല്ല, അപ്പം അത് ഗബ്രി കഴിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം അപ്സര, ഐസ്ക്രീം അല്ലേടാ, സോറി വേറൊന്നും അല്ല, അപ്പം ഞാൻ പോകുന്നു, എനിക്ക് വേണ്ട ഗബ്രിയുടെ ഐസ്ക്രീം എനിക്ക് വേണ്ട, ഞാൻ പോകുന്നു, എനിക്ക് മടിയായി. എടാ ജാസ്മിൻ നീ സംസാരിക്കാൻ വരണ്ട, ഇവിടെ ഗബ്രി എടുത്ത് എനിക്ക് സംസാരിച്ചാൽ മതി. അതെ ചേച്ചി, ജാസ്മിൻ പുറകെ പറഞ്ഞു, ചേച്ചി അവൻ പറഞ്ഞത് ഫീലാവും, അത് എനിക്ക് നിന്നോട് സംസാരിക്കണം, എനിക്ക് ഗബ്രിയോട് സംസാരിച്ചാൽ മതി കേട്ടോ. അല്ല ജാൻമണി, അതിൽ ഗബ്രിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? ഗബ്രിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? എനിക്ക് അറിയില്ലായിരുന്നു അത് ഗബ്രിയുടെ ആണെന്ന്, എനിക്ക് ഗബ്രിയുടെ ആണെന്ന് അറിയില്ലായിരുന്നു. അത് ഗബ്രിയുടെ പേര് എഴുതി വെച്ചിട്ടില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, ചോദിക്കാനായിരുന്നു, സോറി ഞാൻ പറയുന്നു നിങ്ങളോടെല്ലാം. അപ്പൊ ഗബ്രി അപ്സരയോട്, നിങ്ങൾ വെറുതെ ടീം കളിക്കരുത്, ഇന്നലെ തൊട്ട് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, ഞാനും മനുഷ്യനാണ്, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അപ്സര, നീ എന്തിനാ ഈ ഓവർ റിയാക്ട് ചെയ്തത്? ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, സോറി, ഐസ്ക്രീം അല്ലേ എടുത്തുള്ളൂ, അല്ലാതെ വേറൊന്നും അല്ലല്ലോ, നീ എന്തിനാ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? നിങ്ങളാണ് ഓവർ റിയാക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇന്നലെ തൊട്ട് നിങ്ങൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി സംസാരിക്കാൻ ഞാൻ കേൾക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ ഐസ്ക്രീം മാറ്റി വെച്ചത്. എടാ, ഒരു സ്പൂണല്ലേ ഐസ്ക്രീം എടുത്തുള്ളൂ, നീ എന്തിനാണ് ഈ കിടന്ന് ചാടുന്നത്? ഞാൻ ആരുടെ എടുത്ത് കഴിച്ചിട്ടില്ല. നീ ആരുടെ അടുത്ത് കഴിച്ചിട്ടില്ലേ? ഇല്ല കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഒരാളെ മാത്രം ഇങ്ങനെ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കണം? അത് എന്നെ മാത്രം ഇങ്ങനെ പോയിന്റ് ചെയ്തെന്നാ? എടാ, നമ്മൾ ഐസ്ക്രീം ഫുൾ എടുത്തില്ലല്ലോ, ഒരു കപ്പ് മൊത്തം നിനക്ക് അവിടെ ബാക്കിയില്ലേ? ഐസ്ക്രീം ഒറ്റയടിക്ക് ആരും കഴിക്കേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ ഐസ്ക്രീം ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് നിങ്ങളുടെ പലരുടെയാണ് ഞാൻ കഴിച്ചത്. നിങ്ങൾക്ക് പിന്നെ കൊതി തോന്നിയാൽ നിങ്ങൾക്ക് തരാമല്ലോ എന്ന് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. അറ്റ്ലീസ്റ്റ് അത് ചോദിക്കാമായിരുന്നു കഴിക്കുന്നതിന് മുന്നേ. എടാ ശരിയാണ്, ചോദിക്കാമായിരുന്നു, സത്യം തന്നെ. പക്ഷെ നീ എന്തിനാ ഈ ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം ജാസ്മിൻ, ചേച്ചി വേറൊന്നും അല്ല, അത് ഗബ്രി ആർക്കായാലും ഹേർട്ടാവും. ജാനു ചേച്ചിക്ക് അത് ഹേർട്ടായി. നീ അത് കഴിക്കാൻ പോകുമ്പോൾ പറയുന്നത് തെറ്റാണ് ഗബ്രി. എൻ്റെ അടുത്ത് ഒന്നും പറയാൻ വരണ്ട. എൻ്റെ അടുത്ത് ആരും പറയാം, നിങ്ങൾ എഴുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് അപ്സര. ഞാൻ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നോ? അതിൻ്റെ കൂടെ സ്മോക്കിംഗ് റൂമിൽ ജാൻമണി ഫുൾ വയലന്റ് ആയിട്ട് വേറെ ആളല്ല അവൻ എന്നെ കണ്ടിട്ടില്ല. പവർ ടീമിന്റെ ആരാണല്ലേ അവനെ ഞാൻ പച്ചത്തെറി വിളിക്കും. എൻ്റെ വായിൻ്റെ അവൻ കേൾക്കാൻ കിടക്കണേ ഉള്ളൂ, പച്ചത്തെറി. അറിയാമോ? പവർ ടീമിൽ കളിക്കാൻ വേണ്ടിയൊക്കെയാണ് അവൻ പവർ ടീമിൽ അംഗമായിട്ട് കളിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ കച്ചറ വർത്താനം പറയുന്നത് എന്നോട് കളിക്കാൻ വേണ്ടിയൊക്കെയാണ്. അപ്പം ശ്രീരേഖ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക. എനിക്കും മിണ്ടണ്ട, എനിക്ക് കുറച്ച് പഴയണം അവൻ്റെ അടുത്ത്. പച്ചത്തെറി ഞാൻ പറയും അവനെ, പച്ചത്തെറി. അവൻ്റെ സ്വഭാവം പാർഷ്യാലിറ്റി കാണിക്കുന്ന കച്ചറ വർത്താനം പറയുന്നത് എങ്ങനെ ധൈര്യമുണ്ട്? അവൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ടോ അതിൽ? ഞാൻ അറിഞ്ഞിരുന്നല്ലോ.
ഇങ്ങനെ ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ കാരണം ഗബറി, ഞാൻ അവനെ മുഖത്ത് പോലും നോക്കില്ല. ഇനി അത്രേ എനിക്ക് പറയാനുള്ളൂ. അവനെ ഈ വീട്ടിലുണ്ടാവും ഞാൻ നോക്കത്തില്ല. ഓക്കെ, അപ്പൊ അപ്സര ഇവിടെ നിന്ന് ഞാൻ ഗ്രൂപ്പ് കളിച്ച് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? എടാ സോറി, പറ്റുമെങ്കിൽ സോറി. ഓക്കെ, അപ്പൊ ഗബ്രി, നിങ്ങൾ സമ്മതിച്ചു തന്നല്ലോ, നിങ്ങൾ ഗ്രൂപ്പ് കളിച്ചു, നിങ്ങൾ സമ്മതിച്ചു തന്നു, നിങ്ങൾ വളച്ചൊടിക്കുന്നു പല കാര്യങ്ങളും. ഇവിടെ ജാസ്മിനും ഗബ്രിയും, എടാ നീ ഇങ്ങനെ റിയാക്ട് ചെയ്യല്ലേ, ഞാൻ റിയാക്ട് ചെയ്യും. നീ പറഞ്ഞാലും അവർ പറഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്യും. കാര്യം ഇവിടെ എൻ്റെ ഭാഗത്താണ് തെറ്റ്, എൻ്റെ ഭാഗത്താണ് ശരി. ഞാൻ എനിക്കിവിടെ എൻ്റെ അഭിപ്രായമുണ്ട്. ഞാൻ ഇവിടെ ആരോട് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഭക്ഷണം കൊടുക്കാത്ത ആളായിട്ട് മാറ്റുന്നുണ്ട്. എന്നോടൊരു വാക്ക് ചോദിക്കാറുണ്ടല്ലോ. ഇവിടെ ആർക്കും എന്നെ ഇതാക്കാനുള്ള ഇതില്ല. എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അറിയാമോ? എനിക്കൊരു വിലയുമില്ല. ഞാൻ ആരാണ്? ഞാനൊരു പാവയാണോ? എന്നെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് ഇന്നലെ തൊട്ട്? അപ്പം ജാൻമണി, പാശാലിറ്റി അവനെ പാശാലിറ്റി എന്താ ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്ക് തിരിച്ച് നന്നായിട്ട് പറയാനറിയാം. അവൻ നന്നായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് പച്ചച്ചെറിയാണ് വരുന്നത്, പച്ചച്ചെറി. അല്ല പിന്നെ പച്ചച്ചെറി ഗബറീനെ ഞാൻ മിണ്ടില്ല, ഞാൻ അവൻ്റെ മുഖത്ത് പോലും നോക്കില്ല. അപ്പൊ അപ്സര കരയുന്നു, എനിക്ക് വയ്യ. എല്ലാവരും ഞാൻ ക്യാപ്റ്റൻ ആയ ശേഷം എന്നെ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വർത്താനം പറഞ്ഞാൽ കുറ്റം, എൻ്റെ മുഖത്ത് നോക്കുന്നത് കുറ്റം. ഞാനൊന്നും മിണ്ടുന്നില്ല. ഇനി ഞാനാണ് പോലും എരുതിയിൽ എണ്ണ ഒഴിച്ചതെന്ന് പറയുന്നു. അപ്പം മുടിയൻ, ചേച്ചി സ്ട്രോങ് ആയതുകൊണ്ടല്ലേ എല്ലാം. ഞാൻ പാർഷ്യാലിറ്റി കാണിച്ചത്രേ. ആരോട് ഞാൻ പാർഷ്യാലിറ്റി കാണിച്ചു? ഞാനും ജാനുവും ഒരു ആക്റ്റും ചെയ്യുന്നില്ല. അപ്പം ജാനു പറഞ്ഞ് ജാനുവിന് ഉറക്കം വരുന്നെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ക്യാപ്റ്റൻ്റെ പവർ വെച്ചിട്ട് ഐസ്ക്രീം എടുത്ത് കൊടുത്താലോ എന്ന്. ഒരു സ്പൂണാണ് എടുത്തത്, അതിനാണ് ഈ കാണിക്കുന്നത് മൊത്തം. അപ്പം ജാൻമണി ഇരുന്ന് കരയാണ്. സുരേഷ്, പോട്ടെ ജാനു, പോട്ടേന് പണയാൻ പറ്റത്തില്ല. പോട്ടേന് അവൻ എന്നെ ഹാർട്ട് ചെയ്തു സുരേഷ് ഏട്ടാ. അവനെ ഹാർട്ട് ചെയ്യാം, അവൻ ഹാർട്ടാവും. ഞാൻ മനുഷ്യനല്ലേ, ഞാനിന്ന് അവനോട് സോറി പറഞ്ഞില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ ഇവിടെ ഋഷി പോയിട്ട് ഇവിടെ സംസാരിക്കുമ്പോൾ കുറേ വാടക ഗുണ്ടകളുമായിട്ടാണ് നടക്കുന്നത് ഗബ്രി. അപ്പോൾ ഈ റസ്മിനെയാണ് ഉദ്ദേശിച്ചത് കേട്ടാ. കുറേ വാടക ഗുണ്ടകളുമായിട്ട് നടക്കുന്നുണ്ട്. സാറേ, ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല. ഇതൊന്നും ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം ജാസ്മിൻ ഒരു ചേച്ചി ആ സെൻസിൽ ജാസ്മിൻ കൂടുതലൊന്നും പറയണ്ട, ജാസ്മിനോട് ഒന്നും പറയണ്ട. ഒന്നും പറയണ്ട. ജാസ്മിൻ ഇന്നലെ സ്ട്രോബെറി ഐസ്ക്രീം കിട്ടിയായിരുന്നോ? ഇല്ല. ഞാൻ മേടിച്ച് തന്നു. ആരടുത്തുനിന്ന് മേടിച്ചു തന്നു? എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ മേടിച്ചു തന്നു. അതാണ് എൻ്റെ ക്വാളിറ്റി. അല്ലാണ്ട് ഇതുപോലെ കിടന്ന് വിളിക്കുന്നതല്ല കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ആരോട് പാർഷ്യാലിറ്റി കാണിച്ചു എന്നാണ് പറയുന്നത്? ഒരാൾക്ക് പറയാൻ പറ്റും ഞാൻ ആരോടെങ്കിലും ഈ 18 പേരും എൻ്റെ ടീമാണ്. എന്ത് ടീമാണ് എനിക്കിവിടെ ഉള്ളത്? ചേച്ചി എനിക്ക് മനസ്സിലായി ചേച്ചി പ്ലീസ് ചേച്ചി വിഷമിക്കരുത് ചേച്ചി, എനിക്ക് മനസ്സിലായി ചേച്ചി. അവൻ്റെ ഭാഗത്ത് എനിക്ക് അവനെ പറയുന്നത് ഇഷ്ടപ്പെടില്ല ചേച്ചി. അവൻ്റെ ഭാഗത്ത് ഒരു ശരിയുണ്ട്, അവനെ കൂടെ നിൽക്കാൻ ആരുമില്ല ചേച്ചി. എൻ്റെ കാര്യം നീ ചിന്തിക്കാത്തത്? എൻ്റെ കാര്യം നീ എന്തിനാ അവന് വേണ്ടി മാപ്പ് പറയുന്നത്? അവന് വേണ്ടി പറയേണ്ടത് അവനാണ്, അല്ലാണ്ട് നീയല്ല കേട്ടല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രി പിന്നെയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരുന്ന കാര്യമാണ്. ജാസ്മിൻ ഗബ്രി സമാധാനം, എടാ നീ ഇങ്ങനെ കരയല്ലേ. അതിനിടെ കൂടെ റസ്മിൻ ബായ് പവർ റൂമിലേക്ക് കയറി വരുന്നു. കരയല്ലേ. അപ്പം ഗബ്രി കൈയൊക്കെ വെടിഞ്ഞ് പോവുകയാണ് പവർ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ജാസ്മിൻ ശ്രീധുവിൻ്റെ അടുത്തും റസ്മിൻ്റെ അടുത്തും സംസാരിക്കുകയാണ്. എന്താണ് ഇവിടെ ഞാൻ അവന് വേണ്ടി സംസാരിക്കും. ഇവിടെ പല കാര്യങ്ങളും അവന് വേണ്ടി സംസാരിക്കും. അവനെ ഇവിടെ ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ കൂടെ നിൽക്കും. കാര്യം അവൻ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാത്ത തെറ്റിന് എല്ലാവരുടെയും. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗബ്രി അവിടെ നിന്ന് കരയുന്നുണ്ട്. ഞാൻ എന്നെ ഭക്ഷണം കൊടുക്കാത്തവനാക്കി തീർത്ത്. അതാണ് വെച്ച് കരുതുന്നത് കേട്ടോ ജാസ്മിന് പറ്റി. എന്നെ ഭക്ഷണം കൊടുക്കാത്തവനാക്കി തീർത്ത് ഗബ്രി കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നോറയുടെ കടന്നു വരവ്. അപ്പോൾ സിജോയും ഗബ്രിയും അർജുനും കൂടെ ഇവിടെ തർക്കിക്കുന്നുണ്ട്. അപ്പം സിജോ പറയുന്നുണ്ട്, എടാ അത് ഫുഡാണ്. അപ്പോൾ ഗബ്രി, നീ എൻ്റെ അണ്ടർവെയർ എടുത്തു കൊടുത്താൽ ഞാൻ നിന്നെ മാറ്റില്ലേ? എടാ അണ്ടർവെയർ പോലെയല്ല, ഇത് 2 സ്പൂൺ ഐസ്ക്രീമാണ്. അതൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഐസ്ക്രീം അത് എടുക്കാൻ പാടില്ല. എടാ ഇത് ഫുഡാണ്. ഈയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഫീലിംഗ് ഇമോഷൻ വേറെയാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുക. ഇങ്ങനെ വായിന്നത് വന്നുപോയി, അത് ഗബ്രിയുടെ വായിന്ന്. അപ്പോൾ ഇത് സോറി പറഞ്ഞ് സോട്ടാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കൂടി വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഋഷിയും നമ്മുടെ അൻസിബേർന്ന് പറയും, അതെ ഇവറ്റക്കൊക്കെ പവർ റൂം കിട്ടിയപ്പോൾ ഇപ്പോൾ ജാൻമണിക്ക് സമാധാനം ആയി കാണുമല്ലോ. ഇപ്പോൾ ജാൻമണിക്ക് സമാധാനമായി കാണും, മനസ്സിലായി കാണും മണ്ടത്തരമാണ് കാണിച്ചത് ഇതിനെയൊക്കെ പവർ റൂമിനകത്ത് കയറ്റിയിട്ട്. അപ്പം നോറ കയറി വരുന്നത്. അപ്പം നോറയുടെ ഇടയിൽ കൂടെ വരുന്നത്. അപ്പം ജാസ്മിൻ ശ്രീധുവിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ കാണിച്ചത് തെണ്ടിത്തരം, ഓൻ കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ്. ഓൻ കാണിച്ച തെണ്ടിത്തരം. നീ എന്തിനാണ് പറയുന്നത്? നീ ആരാണ് ഇത് പറയാൻ? നീ കണ്ടോ? നീ കേട്ടോ? പറ, നീ കേട്ടോ?
ഓൻ കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ്, നല്ല അസലായ തെണ്ടിത്തരം തന്നെയാണ് ഓൻ കാണിച്ചത്. എൻ്റെ ബ്രദർ ആണെങ്കിലും ശരി, എൻ്റെ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും തെണ്ടിത്തരം കാണിച്ചിട്ട് തെണ്ടിത്തരം തന്നെ പറയുള്ളൂ. അവൻ അത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സമ്മതിച്ച കാര്യമാണ്. ഡിസ്റെസ്പെക്റ്റ് ആണ് അവൻ കാണിക്കുന്നത് എന്നുള്ളത്, അതവൻ സമ്മതിച്ച കാര്യമാണ്. ഓക്കെ എടി, നീ കണ്ടോ, നീ ആരാണ് പറയാൻ ഇതൊക്കെ? ജാസ്മിൻ, നീ ആരാണ് പറയാൻ? നീ 100 തവണ ഇങ്ങനെ പറഞ്ഞോളൂ. ഞാൻ 100 തവണയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ 1 തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെറുതെ എൻ്റെ തലയിൽ കയറണ്ട കേട്ടല്ലോ. 100 ഇങ്ങോട്ട് മാറി, ഞാൻ പറയാനുള്ള പറയും. ഓൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. ഓൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എല്ലാവരും കേട്ടല്ലോ. നീ ഇങ്ങോട്ട് നീ അവസരം മുതലാക്കണേ. ഞാൻ അവസരം മുതലാക്കിയിട്ടൊന്നുമില്ല. എൻ്റെ പേര് വലിച്ചിടല്ല ആവശ്യമില്ലാണ്ട്, അല്ലെങ്കിൽ എന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ. എൻ്റെ പേര് നിങ്ങൾ ആരും വലിച്ചിടണ്ട. ഇടി ഇങ്ങോട്ട് മാറിയിട്. നീ ആരാടി ചോദിക്കാൻ? ഗേൾ ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സിനെ, നീ ആരാടി? ഗേൾ ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സിൻ്റെ കാര്യം പറയാം. നീ ആരാണ്? എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. നിന്റെ കാര്യം എനിക്ക് അറിയാടി. നീ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓനായിട്ടല്ല ടോപ്പിക്കും. നിനക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. നീ കരയുന്നതൊക്കെ കള്ളക്കരച്ചിലല്ലേ? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ എൻ്റെ ദൈവമേ, നോറ ഇടയിൽ കയറിപ്പെട്ടു. അപ്പം റസ്മിൻ, ഇടി നീ നോറ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നീ ഒന്ന് മിണ്ടാണ്ടിരി. നീ ഇതിൽ കയറി സ്പേസ് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കും. അപ്പം അത് കഴിഞ്ഞ് ഗബ്രി ബാത്റൂമിനകത്ത് കയറി വാതിലടച്ചു. അപ്പോഴാണ് ബിഗ് ബോസ് വിളിക്കുന്നത്. ഗബ്രി വാതിൽ തുറക്ക് ബാ എന്ന് വിളിച്ച് ജാസ്മിൻ ഗബ്രിയെ വിളിച്ചിട്ട് എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. നിയമലംഘനം നടന്നു. എന്താണ്? അപ്പം നിഷാന റസ്മിൻ പവർ റൂമിൽ കയറി. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, പവർ റൂമിൽ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ റസ്മിന് ഒരു ശിക്ഷ കൊടുക്കുക. എന്നിട്ട് എല്ലാവരും പവർ റൂമിലേക്ക് പോകുമ്പോൾ യമുന നടന്നു പോയാണ്. ഇതെപ്പോൾ നടന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ? അപ്പോൾ ശ്രീരേഖ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സിജോ എടുക്കാൻ വേണ്ടിയിട്ട്. ശ്രീരേഖ. അപ്പോൾ യമുന ദേഷ്യം വന്ന്, ശ്രീരേഖ എന്നോ നീ പറയുന്നത് ഈ സമയത്ത്? സിജോ എടുക്കണ്ടെന്നാ ഇപ്പം എന്തിന് ഇത് വന്ന് പറഞ്ഞത്? കൂടുതൽ കളിക്കാൻ വരരുത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ കളി കളിക്കരുത്. എനിക്ക് ഗ്രൂപ്പ് കളി കളിക്കാൻ ഇഷ്ടമല്ല. സിജോ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എനിക്ക് ഒരുപോലെ തന്നെ. അപ്പോൾ ജാസ്മിനൊക്കെ കയറി വന്നത്. അപ്പോൾ ശ്രീരേഖ തീർന്നു. ജാസ്മിൻ കേട്ട്, ഞാൻ ക്വിറ്റ് ചെയ്യാണ് ബിഗ് ബോസ്. എനിക്ക് വേണ്ട, എനിക്ക് ഈ പവർ റൂം വേണ്ട, ഞാൻ പോവേണ്. എല്ലാം കേട്ട് നാണം കെട്ട്, എന്നെ നാണം കെടുത്തി, ഞാൻ പോവേണ്. അപ്പം തൊട്ട് ശ്രീരേഖയുടെ യമുനയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയാണ്. ഞാൻ നാണം കെട്ട്, ഞാൻ തീർന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എങ്ങനെ പറയാൻ തോന്നുന്നു? എനിക്ക് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. എനിക്ക് നിങ്ങളാരെയും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഓരോരുത്തർക്കും പവറുണ്ട്. എനിക്ക് പവറുണ്ട്, നിങ്ങൾക്ക് പവറുണ്ട്, എല്ലാവർക്കും പവറുണ്ട്. അല്ലാണ്ട് വേറെ ഒന്ന് കളിക്കാം. എനിക്കിവിടെ ജാസ്മിനോ ഋഷിയോ എനിക്ക് അങ്ങനെയൊന്നും, എനിക്കിവിടെ ആരെയും പരിചയമില്ല. എനിക്കിവിടെ ഞാൻ ആരുടെയും കൂടെ നിൽക്കാനും ഇതാക്കാൻ. അതാണ് പോയിന്റ്, അതാണ് സ്റ്റാൻഡ്. യമുന സൂപ്പറായിട്ടുണ്ട്, സത്യമായിട്ടും അങ്ങനെ വേണം നിൽക്കാൻ. അല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ താന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം കാര്യം ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ്, ആരും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. അപ്പോൾ എനിക്ക് പറ്റത്തില്ല. സിജോയെ കയറ്റണോ, ജാസ്മിനെ കയറ്റണോ, എങ്ങനെ കയറ്റിക്കോ? എനിക്കിപ്പോൾ എന്ത് ശ്രീരേഖയ്ക്ക് എന്തെന്ന് ഇത്രയ്ക്ക് പ്രശ്നം? സിജോയെ കയറ്റുന്നില്ല വരും. ശ്രീരേഖ വിഷമിച്ച് അവിടെ പോയിരിക്കുന്നു. അപ്സര കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ 2 ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് മൊത്തം റസ്മിന് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി BB+ നടന്ന കാര്യങ്ങൾ. നമ്മുടെ ടാസ്കിലെ സെക്കൻഡ് റൗണ്ടാണ്. ഇതിനകത്ത് ജാസ്മിൻ ആണ് കയറി പോകുന്നത്. ജാസ്മിന്റെ പേര് ചിന്നു എന്നാണ്. 9 വയസ്സായ കുട്ടിയാണ്. ജാസ്മിൻ വലിയ കാര്യത്തിൽ ഇറങ്ങുകയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങണതും അത് പേടിച്ചു പോയി. റോക്കി, എന്റെ കുഞ്ഞു, എന്റെ മോളെ, ഈ അമ്പാറ്റ. അപ്പൊ ജാസ്മിൻ പാല് കുടിക്ക്, പുലിപ്പാല് കുടിക്ക്, കുത്തിക്കയറ്റ ഉള്ള വായില്. മക്കളെ, നമ്മളെ ഉണ്ണി നിനക്കുണ്ട്. അയ്യോ നിനക്കില്ലേ പാരമ്പര്യ ഉണ്ണി? അയ്യോ എനിക്ക് 9 വയസ്സുള്ള മോളുണ്ട്, എന്റെ മോൾ 9 വയസ്സുകാരി. അയ്യോ പുലിപ്പാല് കൊടുക്ക്, കൊണ്ടുപോവാ പുലിപ്പാല് എന്ന് പറഞ്ഞ് ആ കുട്ടി ഓടെയാണ്. ജാസ്മിൻ ഗാർഡൻ ഏരിയ മൊത്തം ഓടുന്നുണ്ട്. ഇവരൊക്കെ പുറകെയും. അത് പേടിച്ച് വരച്ച് ഇപ്പൊ ജാസ്മിന്റെ വായിന്ന് ഇത് വന്നു, ഞാൻ 9 വയസ്സുള്ള കുട്ടിയാണ്, മുണ്ട് താത്തിടറാ എന്നുള്ള സംഭവം വന്നു. അത് ചൊല്ലി പിന്നെ വഴക്കൊക്കെ എത്തി കേട്ടാ. അങ്ങനെ എങ്ങനെയോ പേടിച്ച് അതിനെ ഇതടിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് അടുത്ത് യമുന കയറുന്നത്. യമുനയാണെങ്കിൽ പാറുക്കുട്ടിയായിട്ടാണ് കയറുന്നത്. 4 വയസ്സുകാരി. ജിൻഡോ അച്ഛൻ, നമ്മുടെ നിഷാന അമ്മ, റസ്മിൻ അവിടെ സഹോദരിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം മറ്റേ എത്ര നിന്നാലും വിശപ്പ് മാറാത്ത പാറുക്കുട്ടിയായിട്ടാണ് യമുന കയറുന്നത്. എനിക്ക് വിശക്കുന്നു. അപ്പോൾ ഉടനെ നമ്മുടെ ജിൻഡോ വരും, ഇതിന് ആവയിറച്ചി കൊടുക്ക്, ആവയിറച്ചി അല്ലെങ്കിൽ ചുട്ട കോഴി കൊടുക്കുന്നത് പറഞ്ഞു. പക്ഷെ ഒരു കോഴിയോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമോ എന്തെങ്കിലും എടുത്ത് തന്നെ വായിൽ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് പോയിന്റെങ്കിലും കിട്ടുമായിരുന്നു ജിൻഡോയ്ക്ക്. ജിൻഡോ കുറച്ച് ആഹാരം കൊടുക്കുന്നില്ല. വെറുതെ നിഷാനയും ജിൻഡോയും കൂടെ നിങ്ങളവിടെ മിണ്ടാണ്ടിരിക്കും മനുഷ്യ എന്ന് പറഞ്ഞ് വഴക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൊച്ചിനെ നോക്കിയിട്ട് കൊച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് വെള്ളം വേണം, എനിക്ക് ചിക്കൻ വേണം, എനിക്ക് പാപ്പം വേണം, എനിക്ക് അത് വേണം. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം കിച്ചണിൽ നിന്ന് എടുത്ത് കൊടുത്തൂടെ? അത് സിജോയുടെ ടീം കൊടുത്തു. അതാണ് അവർക്ക് പോയിന്റ് കിട്ടിയത്. ഓക്കെ, അങ്ങനെ അത് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം പവർ ടീം അംഗങ്ങൾ ചർച്ച ചെയ്യുകയാണ്, റാങ്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ സിജോയുടെ. അപ്പോൾ സിജോയ്ക്ക് തന്നെ അതിശയം, എൻ്റെ ടീമിനോ റോക്കിയുടെ അല്ലേ പെർഫോം ചെയ്തത്? റോക്കിയുടെ പെർഫോമൻസ് അല്ല കാണേണ്ടത്, കൊച്ചിന് അത് ഹാപ്പി ആയോ എന്നുള്ളതാണ്. റോക്കി അവിടെ ടോർച്ചറാണ് ചെയ്തത് കൊച്ചിയെ. പേടിച്ച് വരച്ച് കൊച്ചോടിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് റോക്കിയുടെ ടീം ലാസ്റ്റും സിജോ ഫസ്റ്റും ജിൻഡോയുടെ ടീം സെക്കൻഡുമായിട്ട് വന്നത്. ഇനി അടുത്തത്
അത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗബ്രി പറയുന്നുണ്ട്, ഗബ്രി ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്, റോക്കി അവിടെ മുഖമൊക്കെ കഴിയണം, എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞേട്ടാ, എനിക്ക് വിഷമമുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ വളരെ രീതിയിൽ മോശമായി ഒറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ റോക്കി, ഞാൻ ചെയ്തിട്ടില്ല, ഒരു സ്കൂപ്പ് കഴിച്ചപ്പോൾ നീ എന്തിന് ഇത്രമാത്രം കിടന്ന് പറയാൻ പോയത്? അപ്പോൾ ജാസ്മിൻ, നിന്റെ ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നീ ഒന്നും പറയത്തില്ലേ? ഞാൻ പറയത്തില്ല. നീ ഒന്നും പറയത്തില്ല, പിന്നെ നീ തുപ്പി വെച്ചതും എടുത്തു വെച്ചതും നീ പറയത്തില്ല നീ എടി ഞാനൊന്നും പറയത്തില്ല. നീ ജാസ്മിനോട് നീ പറയോ? ജാസ്മിൻ ആണെങ്കിൽ നീ പറയോ? പറയില്ലല്ലോ ഗബ്രി, നീ കൂടുതലൊന്നും പറയണ്ട. ഇവിടെ അത് കഴിഞ്ഞ് ശ്രീരേഖ കരഞ്ഞ് തളർന്നിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പറയാം, പിന്നെ സംഭവിക്കുന്നത് വേറൊന്നുമല്ല. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം പറഞ്ഞു, നമ്മുടെ താക്കോൽ വിഷയം. നമ്മുടെ യമുന പോയിട്ട് ജാസ്മിനും ഗബ്രി അവിടെ ഒന്നിച്ചിരിക്കുകയാണ്, ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട്. എടാ താക്കോല് കാണുന്നില്ല, എൻ്റെ കയ്യിലാണ് ഉള്ളത്, എൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്, എവിടെ പോകുന്ന ഒരു പിടിയില്ല, നിങ്ങളിങ്ങോട്ട് വാ. ഫുൾ റൂം അവർ സെർച്ച് ചെയ്യാണ്. അപ്പോൾ ശ്രീരേഖ, സത്യസന്ധമായി പറ നമ്മുടെ നോറ, ഇവിടെ ആരുണ്ടായിരുന്നു? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നത് യമുന ചേച്ചി ഞാനും, അത്രേ ഉള്ളൂ. ഇത്രയ്ക്ക് സീരിയസ് ആയിട്ട് ചോദിക്കണം ചേച്ചി. അപ്പോൾ യമുന തന്നെ ആയിരിക്കും അതുകൊണ്ട് കാണുന്നത് എന്നുള്ള രീതിയിലാണ് ശ്രീരേഖ പോണത്. ശ്രീരേഖ സ്വപ്നത്തിൽ പോലും വിചാരിക്കണം ശ്രീരേഖയുടെ ബാഗിലുണ്ടെന്ന്. അപ്പോൾ കിച്ചൺ ഫുള്ള് നോക്കുകയാണ് കേട്ടോ, ഫുൾ. അപ്പോൾ ജിൻഡോ കുറച്ച് മഷി നോക്കിയിട്ട് നമുക്ക് എടുക്കാം എവിടെയാണ് താക്കോലെന്നുള്ളത്. അപ്സര, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമ്മൾ നോക്കിക്കോളാം. അപ്പോൾ സിജോ, നിങ്ങൾ വല്ല പ്രാങ്കും പലതും കളിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി കുക്ക് ചെയ്യില്ല, അത്രേ ഉള്ളൂ. അത് തന്നെ. അപ്പോൾ യമുന ആകെ കൂടെ പ്രാന്തടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്സര, ഇവരെന്തോന്ന് ഈ മറ്റേ പവർ ടീമുകാർ ഒന്ന് നോക്കുന്ന പോലും ഇല്ല, ആ സ്ത്രീയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇവർക്കൊന്നും ടെൻഷൻ ഇല്ലാത്ത, നാളെ എൻ്റെ അടുത്ത് അങ്ങോട്ട് വരട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അൻസിബ ഇവിടെ ഭയങ്കര സ്ക്രൂയിങ് ആണ്. അപ്പോൾ അൻസിബ, അവർ വെറും കള്ളത്തരമല്ലേ ആ യമുന, ഭയങ്കര കള്ളത്തരം. അത് നമുക്ക് ടെൻഷനൊന്നുമില്ല, പക്ഷെ ഭക്ഷണം കിട്ടണം, നമുക്ക് ഭക്ഷണം കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുത്തിയിരിക്കൽ സമരം, താക്കോൽ കിട്ടണം, പവർ ടീമേ താക്കോൽ കിട്ടണം എന്ന് പറഞ്ഞ് സിജോ എല്ലാവരും ഉണ്ട്. സിജോ, ജിൻഡോയിൻ്റെ ടീം, റോക്കിയുടെ ടീം എല്ലാവരും വന്നിരിക്കുകയാണ്. തരാം, മാക്സിമം 1 മണിക്കൂറിനകം തരാം. അപ്പോൾ റോക്കി, തന്നില്ലെങ്കിൽ നിങ്ങൾ പവർ ടീം ഒഴിയേണ്ടി വരും, അതൊക്കെ ബിഗ് ബോസ് വന്നിട്ട് തീരുമാനിക്കാം. അവസാനം ശ്രീരേഖയുടെ ബാഗിൽ ശ്രീരേഖ എടുക്കണമെങ്കിൽ തപ്പിയപ്പോൾ കിട്ടി. അപ്പോൾ യമുന, ഇതെങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്ന്? അതെനിക്ക് അറിയത്തില്ല. എങ്ങനെ വന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെനിക്ക് അറിയത്തില്ല, ഞാനല്ല. എന്നാലും ഇതെങ്ങനെ വന്ന്, ആര് കൊണ്ടിട്ട്? അപ്പോൾ ഉടനെ അപ്പോൾ ഗബ്രി, അതെ, നമ്മുടെ പവർ ടീമിലെ താക്കോല് പോയാലും എന്ത് പോയാലും അത് ബാക്കി ആരും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അപ്സര, അതെന്ത് ക്വസ്റ്റ്യൻ ചെയ്താൽ? മറ്റുള്ളവർക്ക് ഫുഡ് കിട്ടാതെ 3 മണിക്കൂറായി അവരവിടെ ഇരിക്കുന്നു. അതെന്താ ക്വസ്റ്റ്യൻ ചെയ്താൽ? നിങ്ങൾ വളച്ചൊടിക്കുകയൊന്നും വേണ്ട ഗബ്രി, ഞാനല്ല വളച്ചൊടിക്കുന്നത്, നിന്നെ പോലത്തെ വളച്ചൊടിക്കൽ എനിക്കില്ല കേട്ടോ. മറ്റുള്ളവരും, നിങ്ങൾക്ക് പവറൊക്കെ ഉണ്ട്, പക്ഷെ മറ്റുള്ളവർ ഇവിടുത്തെ വീട്ടിൽ തുല്യ അധികാരികൾ തന്നെയാണ്. നീ വെറുതെ ഓവറായിട്ട് ഇതാക്കിയൊന്നും വേണ്ട, നിങ്ങളാണ് ഇതാക്കണത് കേട്ടോ. അപ്പോൾ സിജോ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കൂല, ഇങ്ങനത്തെ തമാശ, ഇത് പ്രാങ്കാണ്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം. അപ്പോൾ ശ്രീരേഖ, അയ്യോ ഞാൻ മറന്നുപോയതാണേ, ഞാൻ അറിഞ്ഞില്ല, അയ്യോ നിഷാനെ ഞാൻ അറിഞ്ഞില്ല, ഞാനാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. സാരമില്ല ചേച്ചി, സാരമില്ല, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഗബ്രിയും, സാരമില്ല ചേച്ചി, മനുഷ്യരല്ലേ, തെറ്റ് പറ്റും, സാരമില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു ടാസ്ക് നടക്കുകയാണ്, നമ്മുടെ കഥ പറയൽ ടാസ്കിൽ ശ്രീധുവിൻ്റെ നിഷാനയുടെ കഥ പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗബ്രിയുടെ വിഷയം വരുന്നത്, റോക്കിയുടെ ആയിട്ടുള്ളത്. പിന്നെ കൺഫെഷൻ റൂമിൽ ശ്രീരേഖയെ വിളിക്കുകയാണ്, ബിഗ് ബോസ് ഞാനൊരു പെർഫെക്ഷനിസ്റ്റാണ്, എനിക്ക് ഈ അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ നിങ്ങൾ സൈക്കോളജി പഠിച്ച ആളല്ലേ, നിങ്ങൾ സമാധാനത്തോടെ പോകൂ. അത് കഴിഞ്ഞ് ശ്രീരേഖയും നിഷാനെ, എങ്ങനെ എനിക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിഷാന, ചേച്ചിക്ക് ഇപ്പോൾ മറവിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോയും സിജോയും എല്ലാവരും, സിജോയും തമ്മിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. സിജോ ആളാകെ മാറിപ്പോയി ഒരു വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ. പുള്ളിക്കാരൻ എനിക്കറിയില്ല എന്തെങ്കിലും ഹിൻഡ് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. കാര്യം സിജോ ജിൻഡോയോട് ഭയങ്കര ഇതായിട്ടാണ് പെരുമാറിക്കൊണ്ട്, ഭയങ്കര മോശമായിട്ട്. ഇപ്പോൾ സിജോ ഭയങ്കര സ്നേഹം. അതെനിക്ക് ഇനി ജിൻഡോ ഒരു കോമഡി കഥാപാത്രമായി പ്രേക്ഷകർക്ക് ഇനി ഇതാവുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് വെച്ചാണെന്ന് സിജോ ഗെയിം മാറ്റി. ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, സിജോയ്ക്ക് ഇപ്പോൾ ജിൻഡോയോട് ഭയങ്കര സ്നേഹമാണ്. ജിൻഡോ, എടാ എനിക്ക് ക്യാപ്റ്റൻ ആവണം, റോക്കി ആക്കാമടാ, നിന്നെ ക്യാപ്റ്റൻ ആക്കാം, എടാ ഞാൻ ശ്രമിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ ശ്രീരേഖയുടെ ആനിവേഴ്സറിയാണ്, 4th ആനിവേഴ്സറി. അപ്പോൾ എല്ലാവരും ശ്രീരേഖയ്ക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. രാത്രി സിജോ ശരണ്യോട് പറയാണ്, ശരണ്യ ഇതെന്തോന്നാണ്, ഇതെന്ത് കോംബോയാണ്, പ്രേക്ഷകർക്ക് ഒരു വിശ്വാസം വരണ്ടേ, ഇവർ പറയുന്നു ഫ്രണ്ട്ഷിപ്പാണെന്ന്, ഇവർ രണ്ടുപേരും വേറെ ആരോടും മിണ്ടുന്നില്ല, ഇവരോട് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുള്ളൂ, കാര്യങ്ങൾ ഇടപെടുന്നത് ഇവരുടെ മാത്രം. എത്രയൊക്കെ ആണെങ്കിലും പുറത്ത് പ്രേക്ഷകർ പല രീതിയിൽ ചിന്തിക്കത്തില്ലേ, നമ്മൾ തന്നെ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. ഇവർ അറ്റ്ലീസ്റ്റ് ഒരു ബാക്കിയുള്ളവരോടെങ്കിലും ഇവർ സംസാരിക്കണ്ടേ, ഇവർ മാത്രം സംസാരം, ഇതെന്തോന്നാണ് ശരണ്യ എന്ന് ചോദിച്ച് BV+ അവസാനിക്കുകയാണ്. നാളെ ഭീകരമായ യുദ്ധം നടക്കാൻ പോയി, ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.